ലോകത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാനിലെ ഖർഗ് ഐലൻഡ്, അതായത് ഹോർമുസ് കടലിടുക്കുമായി ചേർന്ന് കിടക്കുന്ന ഇറാൻ്റെ 90% എക്കണോമിക് ആക്ടിവിറ്റി, അതായത് ഓയിൽ എക്സ്പോർട്ട് ചെയ്യുന്നതും അത് ലോഡ് ചെയ്യുന്നതും അതേപോലെ ഗ്യാസ്, ഇതൊക്കെ ലോഡ് ചെയ്യുന്ന പോർട്ടാണ് ഈ പറയുന്ന ഖർഗ്. ഈ ഐലൻഡ് എങ്ങനെയായിരിക്കും അമേരിക്കൻ സേന പിടിച്ചെടുക്കുന്നത്? മനസ്സിലാക്കുക. ട്രയൽ സ്റ്റാർട്ട് ചെയ്തു. അമേരിക്കൻ സേന, അതായത് അവരുടെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റായ ഹെർക്കുലീസ് 130, അതേപോലെ തന്നെ 170, ഇതെല്ലാം ഖർഗ് ഐലൻഡിന് മുകളിൽ കൂടെ പറന്നു തുടങ്ങി. അതായത് ട്രയൽ പൊസിഷനിലാണ്. അതായത് ഈ എടുക്കുന്നതിന് മുമ്പ് ഒരു ഹോംവർക്കുണ്ട്. ആ സംഭവം അമേരിക്കൻ സേന അവരുടെ ഇറാഖ് ബേസിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം പല പത്രങ്ങളും ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഏത് രീതിയിലായിരിക്കും അമേരിക്ക ഇത് പിടിച്ചെടുക്കുന്നത്. അതായത് നിങ്ങൾ പല അമേരിക്കൻ ഹോളിവുഡ് സിനിമകൾ കണ്ട് കാണും. നേവി സീൽസ്, സേവ് ദ പ്രൈവറ്റ് റയാൻ എന്നൊക്കെ പറഞ്ഞ ഗ്ലോബലായിട്ട് ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ട് ഓടിയ സിനിമകളാണ് ഇതൊക്കെ. സേവ് ദ പ്രൈവറ്റ് റയാൻ എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്ന് ജർമ്മനിയുടെ കയ്യിൽ നിന്ന് ഫ്രാൻസിനെ പിടിച്ചെടുക്കുന്നതാണ് കടലിൽ കൂടെ പോയിട്ട്. 1980, അതായത് അടുത്ത സമയത്ത് അവർ ഇതേപോലുള്ള ഐലൻഡ് അമേരിക്കൻ സേന പിടിച്ചെടുത്തിട്ടുണ്ട്. മനസ്സിലാക്കുക, അമേരിക്കൻ പാരാട്രൂപ്പേഴ്സ് എയർബോൺ ഡിവിഷൻ എന്ന് പറയുന്നത് ലോകത്തെവിടെയും 18 മണിക്കൂറിനുള്ളിൽ ഇതേപോലെ റാപ്പിഡായിട്ട് ഒരു ഐലൻഡിൽ പോവുക, അവിടെ സംഭവങ്ങൾ പിടിച്ചെടുക്കാൻ സർവ്വസജ്ജമായിട്ട് നിൽക്കുന്ന അവർക്ക് പാരാട്രൂപ്പേഴ്സ് ഉണ്ട്, എയർബോൺ ഡിവിഷൻസ് ഉണ്ട്. അവർക്ക് ഏകദേശം 10,000-ഓളം ആൾക്കാരാണ്, അമേരിക്കൻ സൈനികരാണ് ഈ ഓപ്പറേഷനിൽ ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ട് പങ്കെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം അമേരിക്കയുടെ കയ്യിലുള്ള വെപ്പൺസ്, അതേപോലെ തന്നെ നേവിയിൽ കടലിനകത്തുള്ള, അതേപോലെ തന്നെ ഓരോ സംഭവങ്ങളുടെ ഒരു അപ്പർ ഹാൻഡ് ഗ്ലോബലായിട്ട് അവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ടെക്നോളജി വൈസ് ആണെങ്കിലും എക്യുപ്മെൻറ്റ് വൈസ് ആണെങ്കിലും അവരെല്ലാ രാജ്യങ്ങളെക്കാളും മുകളിൽ തന്നെയാണ്. പിന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള മാൻ പവർ അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഇതെങ്ങനെയായിരിക്കും ഇത് ഏറ്റെടുക്കുക? അതായത് മനസ്സിലാക്കേണ്ടത്, പല വിദഗ്ധരും പറയുന്നത്, ഞാനിത് AI ഉപയോഗിച്ച് തയ്യാറാക്കിയ ചില വിഷ്വലാണ്. അതായത് ആദ്യം ചോപ്പറിൽ, ഹെലികോപ്റ്ററിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹെർക്കുലീസ് എയർക്രാഫ്റ്റിൽ പാരാട്രൂപ്പേഴ്സ് ഇവർ ഈ പറയുന്ന ഐലൻഡിലോട്ട് വരുന്നു. അതിനു മുമ്പൊരു കാര്യം ചെയ്യുക. അതിന് തൊട്ട് മുമ്പായിട്ട് ഈ വെനൂസിലയിലുള്ള ഓപ്പറേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അതായത് നിക്കോളാസ് മഡ്രോവിൻ്റെ പാലസിൽ ഏകദേശം 5,000-ഓളം സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരുന്നു. അതായത് അയാൾക്ക് ചുറ്റുമായിട്ട് ആ പാലസിൽ അത് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഒത്തിരി പേരെ കൊല്ലപ്പെട്ടു. ഇത് എനർജി ഉപയോഗിച്ചാണ് ഇത് കൊന്നതെന്നാണ് പറയുന്നത്. അതായത് പ്രത്യേക റേ അടിച്ചിട്ട് ഇവരെല്ലാം ഛർദ്ദിച്ച് കിടക്കുമായിരുന്നു. അതേപോലെ തന്നെ ഈ ഖർഗ് ഐലൻഡിൽ ആരൊക്കെയുണ്ട്? അതായത് ഇറാനിയൻ സേന, കാരണം ഇറാനിയൻ്റെ പട്ടാളവുമായി ബന്ധപ്പെട്ടുള്ള യൂണിറ്റുകളെല്ലാം ഡിസ്മാൻഡിൽ ചെയ്തു എന്നാണ് അമേരിക്കൻ സേന പറയുന്നത്. പക്ഷേ വീണ്ടും അവരത് അതിൻ്റെ ഇവിടെ മൈൻ കാണും ഉറപ്പായിട്ടും. അതേപോലെ തന്നെ ഇതുമായിട്ട് അടുക്കുന്ന ഖർഗുമായിട്ട് അടുക്കുന്ന ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഒരു മൈൻ പാകിയേക്കും. ആദ്യം ഒരു ഡീമൈനിങ് പ്രോസസ്സ് കാണും. അതായത് ഈ പറയുന്ന എനർജി ഉപയോഗിച്ച്, മറ്റേ ടെക്നോളജി ഉപയോഗിച്ച് ഈ മൈനിങ്, അതായത് മൈൻസ് എങ്ങനെയാണ് ബ്ലാസ്റ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി ആദ്യം അവർ ചെയ്യും, കാരണം സെക്വേർഡ് ആക്കും. അതിനുശേഷം ഈ ഹെർക്കുലീസ് 130 അല്ലെങ്കിൽ മറ്റുള്ള ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൽ ഈ പാരാട്രൂപ്പേഴ്സ് ഇവിടുന്ന് ജമ്പ് ചെയ്തു. ഇത് മനസ്സിലാക്കുക, ലോകത്തിലെ ഏറ്റവും നല്ല പാരാട്രൂപ്പേഴ്സ് ഉള്ള രാജ്യമാണ് അമേരിക്ക. അവർ നിരന്തരമായിട്ട് ഈ എക്സർസൈസ് ചെയ്യുന്ന കൂട്ടരാണ് ലോകത്ത് എവിടെയും പോയിട്ട്. ഇന്ത്യയിലും അത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു പാരാട്രൂപ്പേഴ്സിൻ്റെ ഒരു ആക്ഷൻ ഞാൻ ഗ്വാളിയോറിൽ ഇന്ത്യ അമേരിക്ക ജോയിൻ്റ് എക്സർസൈസിന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാരാട്രൂപ്പേഴ്സ് അവിടെ ജമ്പ് ചെയ്യും. അതിന് സമാന്തരമായിട്ട് അതിൻ്റെ സെയിം സമയത്ത് അമേരിക്കയ്ക്ക് ഉള്ള ഒരു ഷിപ്പുണ്ട്, ട്രിപ്പോളി, അതേപോലെ ബോക്സർ. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഷിപ്പാണ്. ഏകദേശം 4,000-5,000 പട്ടാളക്കാർ അതിൻ്റെ അകത്ത് ആൾക്കാരുണ്ട്. ഈ ഷിപ്പ് നേരെ അങ്ങ് ഈ ട്രിപ്പോളി എന്ന് പറയുന്ന ബോക്സർ എന്ന് പറയുന്നത് ഈ പറയുന്ന ബീച്ചിലോട്ട് അങ്ങ് കയറും. അതായത് കടലിൽ നിന്ന് നേരെ ഇത് ബീച്ചിനകത്തോട്ട് അങ്ങ് കയറും. അതായത് ഒരു സമയത്ത് ഇവരിത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പാരാട്രൂപ്പേഴ്സ് ജമ്പ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ട്രിപ്പോളിയും അതേപോലെ ബോക്സർ എന്ന് പറയുന്ന
ഷിപ്പുകൾ ഇതേപോലെ തന്നെ ഈ പറഞ്ഞ ബീച്ചിലോട്ടങ്ങ് കയറും. അതിൻ്റെ കൂടെ തന്നെ ഇവർ ജമ്പ് ചെയ്യുന്ന പാരാട്രൂപ്പേഴ്സ് ഉറപ്പായിട്ട് ഇറാൻകാർ ഫയർ ചെയ്യും. അതൊക്കെ എക്സ്പെക്ട് ഇതിനകത്ത് അമേരിക്കക്കാർക്കും മരണം ഉണ്ടാകും. പക്ഷേ അവർക്കിത് ചലഞ്ചാണ്. അത് അമേരിക്കൻ ഫോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിപ്പം വാഷിങ്ടണിൽ അവരുടെ വാർ മെമ്മോറിയൽ അവിടെ പോയി കഴിയുമ്പോൾ കഴിഞ്ഞിടയ്ക്ക് നിങ്ങൾ കണ്ടു കാണും, 2 ഇന്ത്യക്കാർ അവിടെ വാർ മെമ്മോറിയൽ പോയി അവിടെ ഡാൻസ് ചെയ്യുന്ന സംഭവം. അപ്പോൾ അവിടെ വാർ മെമ്മോറിയൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ വാർ മെമ്മോറിയലും പോയിട്ടുണ്ട്, ഈ പറയുന്ന അമേരിക്കയുടെ വാർ മെമ്മോറിയൽ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയെ കൊടുക്കുന്ന പ്രാധാന്യമല്ല വാർ മെമ്മോറിയൽ അമേരിക്കൻ പട്ടാളക്കാർക്ക് കൊടുക്കുന്ന പ്രാധാന്യം. കാരണം അമേരിക്കൻ പട്ടാളത്തിൽ സൈനികനായിട്ട് സേവനം ചെയ്ത് അവർക്ക് വേണ്ടി മരിക്കുന്നത് വലിയ സംഭവമാണ് അമേരിക്കയിൽ. നിങ്ങൾ ചില അമേരിക്കൻ സിനിമയുണ്ട്, അമേരിക്കൻ സ്നൈപ്പർ എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്. അത് അമേരിക്കക്കാരനാരോ ഒരു പട്ടാളക്കാരൻ അവിടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഡെഡ് ബോഡി വരുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ ഏത് രീതിയിലാണ് സ്വീകരിക്കുന്നത്. ഈ പറയുന്ന അമേരിക്കൻ സ്നൈപ്പർ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഈ പല അമേരിക്കൻ പട്ടാളക്കാർ, മലയാളികളായിട്ടുള്ള പട്ടാളക്കാർ, എൻ്റെ ഫ്രണ്ട് വിക്ടറൊക്കെ അവിടുത്തെ ജോലി ചെയ്തതാണ് അമേരിക്കൻ പട്ടാളത്തിൽ. അവർ പല ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് അമേരിക്കൻ പട്ടാളത്തിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നൊരു സ്വീകരണമുണ്ട്, അതൊന്നും ഇന്ത്യയിലില്ല. നമ്മുടെ തേർഡ് വേൾഡിൽ നമുക്കിത് അഫോർഡബിളും അല്ല. പക്ഷേ അമേരിക്കൻ ജനതയ്ക്ക് അമേരിക്കൻ പട്ടാളക്കാരോട് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അത് ഇന്ത്യയിലും ഈ നാഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഈ പട്ടാളക്കാർക്ക് അമേരിക്കയ്ക്ക് വേണ്ടി അവിടെ ഇവിടെ കൊല്ലപ്പെട്ടാലും മരണപ്പെട്ടാലും അവർക്കും അവരുടെ കുടുംബത്തിൽ ഇവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. ആ രീതിയിലാണ് വെൽ ട്രെയിൻഡാണ് അവരുടെ പട്ടാളക്കാർ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയാം. അതുകൊണ്ടാണ് ലോകത്തെവിടെയും പോയി ഈ രാജ്യം യുദ്ധം ചെയ്യുന്നത്. കാരണം അവർക്ക് പ്രത്യേക ക്രെഡിറ്റും ക്രെഡിബിലിറ്റി അവരുടെ ഫാമിലിയുടെ സ്റ്റാറ്റസ്ക്കും ഗ്ലോബലായിട്ട് അവർ കൊടുക്കുന്നൊരു പ്രാധാന്യമുണ്ട്. അത് ഗ്ലോബലായിട്ട് ഇന്നും അമേരിക്കക്കാർ മാത്രമേ അവരുടെ പട്ടാളത്തെ ഇതേപോലെ അവർ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിനും അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ് പല അമേരിക്കൻ പട്ടാളക്കാർ മരിക്കാൻ സാധ്യതയുണ്ട്. അതൊക്കെ അവരുടെ ലൈഫിൻ്റെ പാർട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഗ്ലോബലായിട്ട് ആ രാജ്യം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, ഇവരങ്ങോട്ട് കയറുന്ന സമയത്ത് ഈ സൈമിൾട്ടേനിയസ് ആയിട്ട്, അതായത് ഒരു ഭാഗം മുകളിൽ നിന്ന് വരുമ്പം, അതായത് പാരാട്രൂപ്പേഴ്സ് വരുമ്പോൾ കടലിൽ നിന്നും മറ്റേത് വരുന്നു. എന്നിട്ട് ഇവർ പെട്ടെന്ന് അവിടെ ഈ പറയുന്ന ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കും. ചിലപ്പോൾ റിപ്പയറും പരിപാടി, അതാണ് ഇവർ ആദ്യം പ്രധാനമായിട്ട് സെക്യൂറായിട്ട് സ്റ്റേഷൻ. കാരണം കൂടുതൽ പട്ടാളക്കാരെ ഈ ഐലൻഡിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി. ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, അതിന് ചുറ്റും അമേരിക്കൻ വാർഷിപ്പുകളും മറ്റുള്ള ഷിപ്പുകളും ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. എവിടെ നിന്നെങ്കിലുമൊക്കെ ഫയർ വന്ന് തിരിച്ചും ഫയർ ചെയ്യും. വല്ലാത്ത രീതിയിൽ അറ്റാക്ക് നടക്കുക. അതായത് നമ്മൾ ഈ സിനിമയെ കാണുന്നതിനേക്കാൾ റിയാലിറ്റി രീതിയിലുള്ള സംഭവങ്ങൾ കാണാൻ പോവുകയാണ് അമേരിക്ക കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുന്ന സമയത്ത്. കാരണം ലോകം മുഴുവനും വാച്ച് ചെയ്യുവാണ് എങ്ങനെയാണ് പുതിയ ട്രെൻഡിൽ, അതായത് 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും ഹൈ എൻഡ് ടെക്നോളജി, AI ടെക്നോളജി ഉള്ള സമയത്ത് എങ്ങനെയാണ് ഇറാൻ്റെ കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ലോകം മുഴുവനും ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കായി മാറി. മിലിറ്ററി എക്സ്പേർട്ടുകൾ പല രീതിയിലാണ് വ്യാഖ്യാനം കൊടുക്കുന്നത്. കാരണം ഇതൊരു വലിയ ചലഞ്ചായി വരുമ്പം ലോകരാജ്യങ്ങൾ പോലും ഇതനുസരിച്ചായിരിക്കും പിന്നെ ഓരോ കാര്യങ്ങൾ മുൻകൂട്ടി അവർ ഡിസൈൻ ചെയ്യുന്നത്. അതായത് മിലിറ്ററി എന്ന് പറയുന്ന കൺവെൻഷണൽ മിലിറ്ററി ആണോ അതോ നോൺ കൺവെൻഷണൽ മിലിറ്ററി ആണോ, അതിനെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്, അതിലോട്ടാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനീ പറയുന്നത് രണ്ടാമത്തെ പോയിന്റ്, ഇത് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൽ കൂടുതൽ അമേരിക്കൻ പട്ടാളക്കാർ അവിടെ അത് ക്യാപ്ചർ തന്നെ ചെയ്യും. ക്യാപ്ചർ ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള മറ്റുള്ള ഈ ഇറാൻ്റെ പട്ടാളക്കാരെ കീഴടങ്ങിയാൽ അവർ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. അതായത് ക്യാപ്ചർ ചെയ്യും. ഇത് ക്യാപ്ചർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട അടുത്ത പോയിന്റ് ഉണ്ട്. അതായത് ഇറാനിയൻ പട്ടാളത്തിന് IRGCക്ക് അവിടെ ഭരിക്കുന്നവർക്കും പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി അടുത്ത സ്ട്രാറ്റജിയാണ് പറയുക, ഇറാഖ് ഭാഗത്തു നിന്ന് ഈ അമേരിക്കൻ പട്ടാളക്കാർ ഒരു സൈഡിൽ നിന്ന് അവിടുന്ന് മൂവ് ചെയ്യും. മറ്റൊരു ഭാഗമെന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്ന്, അതാണ് പാകിസ്ഥാനും സൗദി അറേബ്യ ആയിട്ടുള്ള ഡീലിൻ്റെ ഭാഗമെന്ന് പറയാം. അതുകൊണ്ടാണ് JD വാൻസ് പാകിസ്ഥാനിലോട്ട് പോകുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം. അല്ലാതെ ഈ പറയുന്ന തേർഡ് പാർട്ടി ടോക്സ് ഒന്നും അല്ല. ഈ തേർഡ് പാർട്ടി ടോക്സിലൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം അതിനകത്ത് റിസൾട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ പാകിസ്ഥാനും കൂടെ വലിച്ചൊഴിക്കുക, ആ ഭാഗത്തു നിന്ന് വേറൊരു ഗ്രൂപ്പും കൂടെ, പാകിസ്ഥാൻ ഗ്രൂപ്പ് പട്ടാളം അല്ലെങ്കിൽ മറ്റുള്ള ഈ പറയുന്ന, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 71 വാറിൽ ബംഗ്ലാദേശ് ഇന്ത്യ പിടിച്ചെടുത്ത സമയത്ത് നമ്മൾ മുക്തി ബാഹിനി എന്നും പറഞ്ഞൊരു ഗ്രൂപ്പിനെയാണ് ഇറക്കിയത് ഇന്ത്യൻ പട്ടാളക്കാർ. അതേപോലെ തന്നെ അവിടെയുള്ള ഈ ഇറാനെതിരെയുള്ള കർഡിഷ്, അവർക്ക് പിന്തുണയെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഫയർ ചെയ്യണം.
അത് പാകിസ്ഥാൻ തയ്യാറാണോ? ആ രീതിയിലും ഇതിൻ്റെ അകത്ത് മോഡസ് ഓപ്പറൻഡി വർക്ക് ചെയ്യും. അതാണ് 2 പല ഓപ്ഷൻസാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പം ഏകദേശം കർഗൈലൻഡ് പിടിക്കുന്നു ഒരു ഭാഗത്തൂടെ, മറ്റൊരു ഭാഗത്തൂടെ ഇറാഖിൽ കൂടെ, അതായത് കരയുദ്ധം, ബൂട്ട്സ് ഓൺ അമേരിക്കൻ പട്ടാളക്കാർ അവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യുന്നു. ഇപ്പുറത്തെ ഭാഗത്തൂടെ കർഡിഷ് ആ ഭാഗത്തെ മൂവ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത്, അതായത് ഇറാൻ്റെ അകത്തും വേറെ പ്രശ്നമുണ്ടാക്കുന്നു. ഇപ്പം ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആംഗിളിലാണ് അമേരിക്ക ഈ പറയുന്ന ഇറാനെ നേരിടാൻ പോകുന്നത്. അതിൽ കർഗ് ഐലൻഡ് എങ്ങനെയാണ് പിടിച്ചെടുക്കുന്നത്, അതാണ് ലോകം ഉറ്റു. കാരണം അതിനകത്ത് ആക്ഷൻസും റിയാക്ഷൻസും വലിയ സിനിമകളിൽ കാണുന്ന പോലെ വലിയ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾ നേവി സീൽസ് എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ സിനിമ കണ്ടു കാണും. ഒരു വലിയ ഹിറ്റായിരുന്നു. അവരെങ്ങനെയാണ് മിഡിൽ ഈസ്റ്റ് ഒരു സ്ഥലം കയറി പിടിച്ചെടുക്കുന്നത്, അതായത് കടലിൽ വന്ന് വീണിട്ട്. ഇതൊക്കെ ബേസിക്കലി ഇതൊക്കെ അമേരിക്കൻ പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ചരിത്രങ്ങളും ഒത്തിരി സിനിമകളൊക്കെ ഗ്ലോബൽ ഹിറ്റാണ്. അപ്പോൾ പുതിയ സിനിമയ്ക്ക് കഥ എഴുതുന്നവർക്ക് ഈ കർഗ് ഐലൻഡുമായി ബന്ധപ്പെട്ടും ഇറാനുമായി ബന്ധപ്പെട്ടുമൊക്കെ പുതിയ കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ചും പരിപാടികളൊക്കെ ഇപ്പോഴേ ഇതിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്, ഹൈ എൻഡ് അമേരിക്കൻ ടെക്നോളജി, മൈറ്റി ഫോഴ്സ്. അവരെങ്ങനെയായിരിക്കും കർഗ് ഐലൻഡ് പിടിച്ചെടുക്കുമ്പോൾ ലോകത്തുള്ള സൈനികർക്ക്, അതായത് ഗ്ലോബലായിട്ടുള്ള മിലിറ്ററി സ്ട്രാറ്റജിക് എക്സ്പേർട്ടുകൾക്ക് അവർ കൊടുക്കാൻ പോകുന്നൊരു പാഠമുണ്ട്, ലെസണുണ്ട്. എങ്ങനെയാണ് പുതിയ തലത്തിൽ, പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ, പുതിയ യുഗത്തിൽ, യുഗത്തിൽ എങ്ങനെയാണ് അവർ കർഗ് ഐലൻഡ് പിടിച്ചെടുക്കുക, അതായത് വെനൂസിലെ കഴിഞ്ഞ് കർഗ് ഐലൻഡ് പിടിച്ചെടുത്തിട്ട് ഇറാനെ എങ്ങനെയാണ് അവർ നശിപ്പിച്ച് സറണ്ടർ ചെയ്തത്. അതാണ് ലോകത്തിന് അമേരിക്ക കൊടുക്കാൻ പോകുന്ന, മിനിമം 8-10 ദിവസത്തിനുള്ളിൽ അമേരിക്ക കൊടുക്കാൻ പോകുന്ന ഒരു ചാപ്റ്ററുണ്ട്, ഗ്ലോബലായിട്ട് എങ്ങനെയാണ് ഇറാനെ നശിപ്പിച്ചത്.